ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടി സ്വർഗസ്ഥ പിതാവിന്റെ പാദപീഠത്തിങ്കൽ സ്വർഗീയ പിതാവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനുമായി നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാന് ഒരു ഉരുപ്പടി കിട്ടും എന്ന വചനത്തിൽ നിന്ന് അല്പമായി നാം ഇന്നലെ ചിന്തിച്ചുവല്ലോ. പരിശുദ്ധ പിതാവ് ഇന്നും നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഇന്ന് നാം വായിച്ച സങ്കീർത്തനത്തിലെ 10-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. വെള്ളി ഊതിക്കഴിക്കും പോലെ അഥവാ ശുദ്ധീകരിക്കും പോലെ നീ ഞങ്ങളെ ശുദ്ധീകരിച്ചിരിക്കുന്നു. സങ്കീർത്തനക്കാരനെ ദൈവം പരിശോധിച്ചു. ശുദ്ധീകരിക്കപ്പെടുവാനുള്ള അവസ്ഥ തന്നിലുണ്ട് എന്ന് കണ്ട് ദൈവം തന്നെ ശുദ്ധീകരിച്ചു. വെള്ളിയെ ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ തിരുവെഴുത്ത് നമ്മെ ശുദ്ധീകരിക്കുന്നത് ഉപമിച്ചിരിക്കുന്നത്. വെള്ളിയിൽ നിന്ന് കീടം നീക്കി വെള്ളിയെ ശുദ്ധീകരിക്കുന്നു. അഥവാ വെള്ളിയിൽ നിന്ന് കീടത്തെ, അതിലെ മാലിന്യങ്ങളെ വേർപെടുത്തി വെള്ളിയെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ശുദ്ധീകരണത്തിനും നമ്മിലെ കീടത്തെ നമ്മിൽ നിന്ന് നീക്കണം, അഥവാ വേർപിരിക്കണം. വേർപിരിക്കുക എന്നുള്ളത്, പ്രിയമുള്ളവരെ, ഒരു ദൈവിക വ്യവസ്ഥയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യ അധ്യായത്തിൽ തന്നെ നമുക്കത് കാണാനായിട്ട് കഴിയും. ദൈവം ഇരുളും വെളിച്ചവും തമ്മിൽ വേർപിരിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ഒന്ന് വായിക്കാം. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവികമായ ഈ വേർപിരിക്കലിന്റെ തത്വം അല്ലെങ്കിൽ വ്യവസ്ഥ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ കാണാനായിട്ട് നമുക്ക് കഴിയും. നോക്കുക, മനുഷ്യൻ പാപം ചെയ്തു, ഭൂമിയിൽ മനുഷ്യർ പെരുകി. യഥാർത്ഥത്തിൽ ദൈവമക്കൾ മനസ്സിലാക്കേണ്ടുന്നത് ഭൂമിയിൽ പാപികൾ പെരുകി എന്നാണ്. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? തനിക്ക് വിശുദ്ധ ജനമായി ജാതികളിൽ നിന്ന് ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ വേർപെടുത്തി. അപ്പോൾ ദൈവം തനിക്ക് വിശുദ്ധ ജനമായി ജാതികളിൽ നിന്ന് ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുത്തു. അതിന്റെ അർത്ഥം ജാതികളിൽ നിന്ന് അവരെ തനിക്ക് വേണ്ടി വേർപിരിച്ചെടുത്തു എന്നതാണ്. ഇസ്രായേൽ മക്കളെ തന്നെ ജാതികളിൽ നിന്ന് ദൈവം വേർതിരിച്ചാണ് എടുത്തത്. അവരോടുള്ള ബന്ധത്തിലും, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം വ്യവസ്ഥകൾ വെച്ചു. വേർപിരിക്കുക എന്നതുമായി ബന്ധപ്പെട്ട ചില വ്യവസ്ഥകൾ ഈ പകൽക്കാലം നമുക്ക് ഒന്ന് പരിശോധിക്കാം. ആവർത്തന പുസ്തകം 22-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 22-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വേറൊരു വക വിത്തും ഇടരുത്. അങ്ങനെ ചെയ്താൽ ദൈവത്തിന് മഹത്വം. അപ്പോൾ യോജിച്ചു പോകാതെ വേർപിരിക്കലിന്റെ തത്വം നമ്മൾ വെളിച്ചവും ഇരുളും തമ്മിൽ ദൈവം വേർപിരിച്ചെടുത്ത് കണ്ടു. പിന്നെയും ഉണ്ട്, പക്ഷെ നമുക്കെല്ലാം ചിന്തിക്കുവാനുള്ള സാവകാശമില്ല. പിന്നീട് നമ്മൾ കണ്ടത് ജാതികളിൽ നിന്ന് തനിക്ക് വേണ്ടി ഒരു ജനത്തെ കർത്താവ് വേർതിരിച്ചെടുത്തു, ഇസ്രായേൽ മക്കൾ. അവരോടുള്ള, തനിക്ക് വേണ്ടി വേർതിരിച്ചെടുത്ത ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവം പറയുകയാണ്,
നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വേറൊരു വക വിത്തും ഇടരുത്. അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചു. കാളയെയും കഴുതയും ഒന്നിച്ചു പൂട്ടി ഉഴരുത്. കാളയെയും കഴുതയും ഒന്നിച്ചു പൂട്ടി ഉഴരുത്. വീണ്ടും വേർപിരിക്കലിന്റെ തത്വമാണ്. അതിന്റെ 11-ാം വാക്യം കൊണ്ടൊന്ന് വായിച്ചു. ആട്ടുരോമവും ചണവും കൂടിക്കലർന്ന വസ്ത്രം ധരിക്കരുത്. ആട്ടുരോമവും ചണവും കൂടിക്കലർന്ന വസ്ത്രം ധരിക്കരുത്. അപ്പോൾ വേർപാട് എന്ന് പറയുന്നത് ദൈവം വെച്ച വ്യവസ്ഥയാണ്. ഈ വചനങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ, നാം ആത്മീയമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുന്തിരിത്തോട്ടം ഇസ്രായേൽ ജനമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം, സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം, ഇസ്രായേൽ ഗ്രഹവും. ഇസ്രായേൽ ഗ്രഹവും. അപ്പോൾ സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗ്രഹമാണ്. അടുത്ത വാക്യം കൊണ്ട് വായിച്ചേ. ഒരു വാക്യം. അവന്റെ മനോഹരമായിരിക്കുന്ന നടുതല യഹൂദ പുരുഷന്മാരും ആകും. ആത്മീയമായി നാം ചിന്തിച്ചാൽ പ്രിയമുള്ളവരെ, ഇന്ന് ആ മുന്തിരിത്തോട്ടം ദൈവസഭയും അതിലെ നടുതല എന്ന് പറയുന്നത് നമ്മളും അഥവാ ദൈവമക്കളുമാണ്. ചുരുക്കത്തിൽ സഭയിൽ 2 തരം വിത്ത് വിതയ്ക്കരുത്. ദൈവവചനത്തിന് പകരം എത്ര നല്ലതാണെന്ന് നമുക്ക് തോന്നിയാലും, എത്ര കൊള്ളാവുന്നതാണെന്ന് നമുക്ക് തോന്നിയാലും, എത്ര മികച്ചതാണെന്ന് നമുക്ക് തോന്നിയാലും, ദൈവവചനമാകുന്ന വിതയ്ക്കേണ്ട സ്ഥാനത്ത് മറ്റൊരാശയവും കൊണ്ടുവരരുത്. അത് വിതയ്ക്കരുത്. വചനം ശുശ്രൂഷിക്കുമ്പോൾ മാത്രമല്ല, അല്ലാതെയുള്ള സംസാരങ്ങൾ പോലും പത്യോപദേശത്തിന് ചേരുന്നതായിരിക്കണമെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കാം. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കാം. രണ്ടുപേർ തമ്മിലുള്ള സംസാരത്തിൽ പോലും ഒരു ഉപദേശപരമായ വിഷയം കടന്നു വന്നാൽ അവിടെ പത്യോപദേശത്തിന് ചേരുന്നത് മാത്രമേ പറയാവൂ. പത്യോപദേശത്തിന് ചേരാത്തത് അങ്ങനെയെങ്കിൽ സഭയിൽ വിതയ്ക്കരുത്. 2 തരം വിത്ത് സഭയിൽ വിതയ്ക്കരുത്. കാളയെയും കഴുതയും ഒന്നിച്ചുകൂട്ടി ഉഴരുത്. ലോകത്തിലെ ദൈവപൈതലിന്റെ ജീവിതത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. ഉഴുന്നത് വയലിലാണല്ലോ, ആ വയൽ ലോകമാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 37-ാം വാക്യം. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം. വയൽ ലോകം. ലോകത്തിലായിരിക്കുന്ന ദൈവപൈതൽ തന്റെ ജീവിതത്തിൽ കലർപ്പ് വരാൻ പാടില്ല. അപ്പോൾ ദൈവസഭയിലെ ജീവിതം പത്യോപദേശമായി അവിടെ വിതയ്ക്കാവൂ. ലോകത്തിലെ ജീവിതം അവിടെ വേർപാടുണ്ടാകണം. 3, ആട്ടുരോമവും ചണവും കൂടി കലർന്ന വസ്ത്രം. വസ്ത്രം ദൈവവൈതലിന്റെ വിശുദ്ധ ജീവിതമാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവൾക്ക് ശുഭ്രവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. അപ്പോൾ സഭയിൽ ദൈവവചനമല്ലാത്ത വിത്ത് വിതയ്ക്കരുത്. ദൈവവേദലിന്റെ ലോകത്തിലെ ജീവിതത്തിലാകട്ടെ, വ്യക്തിപരമായ വിശുദ്ധ ജീവിതത്തിലാകട്ടെ, കൂടിക്കലർച്ച അരുത്. ദൈവത്തിന് മഹത്വം. അല്പം വിട്ടുവീഴ്ചയാകാമെന്ന് കരുതരുത്. വേർപാടെന്നത് ഒരു ദൈവിക വ്യവസ്ഥയാണ്. എല്ലാ ദൈവിക സത്യങ്ങൾക്കും എതിരാളികൾ ഉള്ളതുപോലെ ഇതിനുമെതിരെ നിൽക്കുന്നവരുണ്ട്. അതുകൊണ്ട് നാം ജാഗ്രത പാലിക്കണം. വിട്ടുവീഴ്ച ചെയ്യുന്നവരെയാണ് ആത്മകണ്ണ് തുറക്കാത്തവർ, ഹൃദയദൃഷ്ടികളെ പ്രകാശിക്കാത്തവർക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, വാഴ്ത്തപ്പെട്ട കർത്താവ് പോലും പറയുകയാണ്, അയവ് വരുത്താൻ നിർവാഹമില്ല.
വചനത്തിൽ ഉപദേശത്തിൽ അയവ് വരുത്താൻ നിർവാഹമില്ല. കാരണം ഈ ഉപദേശം എന്റേതല്ല. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 16-17 വാക്യങ്ങളൊന്ന് വായിക്കാം. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എന്റെ ഉപദേശം എന്റേതല്ല, എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റേതത്രേ. എന്നെ അയച്ചവന്റേതത്രേ. അടുത്ത വാക്യം വായിച്ചു. അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ, അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ, ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ, ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ, ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്നറിയും. ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്നറിയും. ചുരുക്കം പറഞ്ഞാൽ വാഴ്ത്തപ്പെട്ട കർത്താവിന് പോലും ഉപദേശത്തിൽ അയവ് വരുത്താൻ കഴിയത്തില്ല. കാരണം ഉപദേശം കർത്താവിൻ്റെതല്ല, കർത്താവിനെ അയച്ച സ്വർഗസ്ഥ പിതാവിൻ്റെതാണ്. ഇന്ന് ദൈവവചനം കൈകാര്യം ചെയ്യുന്നവർ ഈ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്താറുണ്ടോ? ദൈവത്തിന് മഹത്വം. ബെരോവയിലുള്ളവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. കാരണം എന്താ? അവർ കേൾക്കുന്നത് അങ്ങനെ തന്നെയോ എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശോധിക്കുമായിരുന്നു. ദൈവത്തിന് മഹത്വം. അപ്പോ പ്രസംഗിക്കുന്ന ദൈവവചനം കൈകാര്യം ചെയ്യുന്നവർ പറയുന്നതെല്ലാം നേരാണെന്ന് വിശ്വസിക്കേണ്ട ബാധ്യതയൊന്നും കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഇല്ല. വേദപുസ്തകത്തിൽ ഉള്ളതാണെങ്കിൽ അംഗീകരിക്കണം, വേദപുസ്തകത്തിൽ ഇല്ലാത്തതാണെങ്കിൽ ചോദിക്കണം, പ്രസംഗിക്കുന്നവരോട് ചോദിക്കണം. ദൈവത്തിന് മഹത്വം. കാരണം ഉപദേശത്തിൽ അയവ് വരുത്താൻ വാഴ്ത്തപ്പെട്ട കർത്താവിന് പോലും കഴിയത്തില്ല. എന്നിരിക്കെ ഇന്ന് വചനം കൈകാര്യം ചെയ്യുന്നവർ ഏത് നിലയിലാണ് പ്രിയമുള്ളവരെ ഉപദേശ സത്യങ്ങളെ കോട്ടിമാറ്റി കളയുന്നത്? അതിന്റെ അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എന്റെ ഉപദേശം എന്റേതല്ല. അത് അതിന്റെ അടുത്ത വാക്യം, സ്വയമായി പ്രസ്താവിക്കുന്നവൻ. സ്തോത്രം. ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയും. ആരറിയും? അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ. ദൈവത്തിന്റെ മഹത്വം. എന്നുവെച്ചാൽ ദൈവത്തിന്റെ വചനം ജീവിതത്തിൽ ഏറ്റെടുത്ത് അനുസരിക്കുന്നവൻ. ഓരോ തിരുവെഴുത്തും എങ്ങനെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രായോഗികമാക്കി എടുക്കാം എന്ന് കർത്താവിനോട് ചോദിച്ച് മനസ്സിലാക്കി അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരുത്തന് മനസ്സിലാകും ഒരു ഉപദേശം കേട്ടാൽ അത് കർത്താവിന്റെ സ്വന്തമായിട്ടുള്ളതാണോ അതോ എന്നെ അയച്ചവന്റേതാണോ എന്നുള്ളത്. സ്തോത്രം. അപ്പോൾ എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റേതത്രേ. അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാം ഈ ഉപദേശം എന്നിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്നറിയും. അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നത്, സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു, സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു. തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു. നോക്കിയേ, അപ്പൊ സ്വന്തമായി പറയുന്നവൻ അവന് മഹത്വം, പറയുന്നവന് മഹത്വം കിട്ടാൻ വേണ്ടി പറയുന്നതാ, പറയുന്നവൻ അംഗീകാരം കിട്ടാൻ വേണ്ടി പറയുന്നതാ. ഞാനും നിങ്ങളും എന്തിനാ അത് കേൾക്കേണ്ടത്? അപ്പോൾ തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു. അങ്ങനെയല്ലേ അവസാനം വായിച്ചത്? തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു. എന്ന് വെച്ചാൽ വചനം ഉള്ളതുപോലെ പ്രസംഗിക്കുന്നവൻ സത്യവാനാണ്. അതിന്റെ അർത്ഥം ഉള്ളതുപോലെ പ്രസംഗിക്കുന്നില്ല എങ്കിൽ അവൻ കള്ളനാണെന്നല്ലേ? ദൈവത്തിന് മഹത്വം. അപ്പം എത്ര ആദരിക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിലും എന്റെ മുമ്പിൽ വന്നല്ലേ നിങ്ങളുടെ മുമ്പിൽ വന്ന് വചനത്തെ വ്യതിചലിച്ചു പറയുന്നെങ്കിൽ സമൂഹം അവനെ ആദരിക്കുന്നതിന് പിന്നിലെ കാരണം അവൻ അവന്റെ മഹത്വം അന്വേഷിക്കുന്നു, അവന് മാനം കിട്ടാൻ വേണ്ടി അവൻ പലതും പറയുന്നു. അത് കേൾക്കേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കും ഇല്ല. അപ്പൊ നമ്മുടെ മുമ്പിൽ അങ്ങനെ വന്നിരുന്ന് പറയുന്ന ഒരാളെ അംഗീകരിക്കേണ്ട കാര്യം, സമൂഹം ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ബഹുമാനിക്കേണ്ട കാര്യം ഇല്ല. കാരണം എന്താ? അവൻ സത്യവാനല്ല, അതിന്റെ അർത്ഥം അവൻ കള്ളനാണെന്നാണ്. അപ്പോൾ സഭയിലാകട്ടെ, പുറത്തു ലോകത്തിലാകട്ടെ, വിശുദ്ധ ജീവിതത്തിലാകട്ടെ കൂടിക്കലർച്ച അരുത്. അപ്പോൾ എല്ലാ ദൈവിക സത്യങ്ങൾക്കും എതിരാളികൾ ഉള്ളതുപോലെ പ്രിയമുള്ളവരെ, വേർപാടെന്ന് പറയുന്ന ക്രിസ്തീയമായിരിക്കുന്ന ഉപദേശത്തിനും
ദൈവികമായിരിക്കുന്ന വ്യവസ്ഥയ്ക്കും എതിരാളികൾ ഉണ്ട് എന്നുള്ള ജാഗ്രത നാം പുലർത്തണം. അങ്ങനൊരു ജാഗ്രത നമുക്ക് വേണം. അപ്പോൾ ഈ സത്യത്തിന്റെ എതിരാളികൾ അവർ സഭയ്ക്ക് പുറത്തുള്ളവരല്ല. അവരെ വിധിക്കാൻ എനിക്കെന്ത് കാര്യം? സഭയ്ക്കകത്തുള്ളവർ സത്യത്തിന്റെ എതിരാളികൾ. അപ്പോസ്തലന്മാരുണ്ടെങ്കിൽ കള്ള അപ്പോസ്തലനുണ്ട്, പ്രവാചകന്മാരുണ്ടെങ്കിൽ കള്ളപ്രവാചകനുണ്ട്, ഇടയന്മാരുണ്ടെങ്കിൽ കള്ള ഇടയന്മാരുണ്ട്, ഉപദേഷ്ടാക്കളുണ്ടെങ്കിൽ ദുരുപദേഷ്ടാക്കന്മാരുണ്ട്, സുവിശേഷകന്മാരുണ്ടെങ്കിൽ സുവിശേഷം എന്ന പേരിൽ മറ്റെന്തൊക്കെയോ പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. അതല്ലേ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്? ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷമെന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. അപ്പൊ അത് കേട്ടാ സുവിശേഷമാണെന്ന് തോന്നുമെങ്കിലും, വേറൊരു സുവിശേഷം എന്ന് തോന്നുമെങ്കിലും, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് വേറൊരു സുവിശേഷമെന്നല്ല, പിന്നെയോ നിങ്ങളെ കലക്കി യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ നിന്ന് നിങ്ങളെ മറിച്ചു കളയുന്നു എന്നത്രേ. അപ്പൊ എല്ലാ മേഖലയിലും എന്തുണ്ട്? ദൈവിക സത്യങ്ങൾക്ക് എതിരാളികളുണ്ട്. ദൈവത്തിന് മഹത്വം. അത് ശ്രദ്ധിക്കേണ്ടത്, ആ വിഷയത്തിൽ ജാഗ്രത പുലർത്തേണ്ട ഉത്തരവാദിത്വം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമുക്കുള്ളതാണ്. ദൈവത്തിന് മഹത്വം. വേർപാട് പുതിയ നിയമത്തിൽ ആ വേർപിരിക്കലിന്റെ ആ തത്വം അല്ലെങ്കിൽ ആ ദൈവിക വ്യവസ്ഥ വന്ന് നിൽക്കുന്നതൊന്ന് നോക്കൂ പ്രിയമുള്ളവരെ. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിപ്പിൻ. അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിപ്പിൻ. ദൈവത്തിന് മഹത്വം. അപ്പോ അന്ന് ഇരുളിനോടും വെളിച്ചത്തോടും വേർപിരിയാൻ പറഞ്ഞ കർത്താവ്, മുന്തിരിത്തോട്ടത്തിൽ 2 വക വിത്ത് വിതയ്ക്കാതെ അതിനെ വേർപെടുത്താൻ പറഞ്ഞ കർത്താവ്, കാളയെയും കഴുതയും ഒന്നിച്ചു കൂട്ടി വയലിൽ വിടരുത് എന്ന് പറഞ്ഞ കർത്താവ്, ആട്ടുരോമവും ചണവും കൂടിക്കലർന്ന വസ്ത്രം ധരിക്കരുതെന്ന് പറഞ്ഞ കർത്താവ്, ദൈവത്തിന് മഹത്വം, ഇപ്പോൾ പറയുകയാണ്, ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന്, അവൻ നശിച്ചു പോകാനൊന്നുമല്ല, അവനൊരു ലജ്ജ തോന്നണം, അവന് നാണിക്കേണ്ടതിന് അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിപ്പിൻ. ഒരു വാക്യം കൂടെ അതുമായി ബന്ധപ്പെട്ട് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, 1 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാനക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗമരുത്. അടുത്തത്, അങ്ങനെയുള്ളവരോട് കൂടെ ഭക്ഷണം കഴിക്കാൻ പോലും അരുത് എന്നത്ര ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. അങ്ങനെയുള്ളവനോട് ഭക്ഷണം കഴിക്കുക പോലും അരുതെന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും. വേർപാടിന്റെ ഉപദേശത്തിന് വിരോധമായി നിൽക്കുന്ന എതിരാളികൾ ഈ സത്യങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളത് പ്രിയമുള്ളവരെ നാം ചിന്തിക്കണം. ദൈവത്തിന് മഹത്വം. എന്തുമാകട്ടെ, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും. അതുകൊണ്ട് സ്തോത്രം, ഈ പുളിച്ച മാവിനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവിൻ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ വെള്ളിയെ ശുദ്ധീകരിക്കാൻ പുടമുണ്ട്, പൊന്നിന് മൂശയുണ്ട്, ഹൃദയങ്ങൾക്ക് യഹോവയുണ്ട്. വായിച്ചാട്ടെ സദൃശവാക്യം 17-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. വെള്ളിക്ക് പുടം, പൊന്നിന് മൂശ, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനോ യഹോവ. ദൈവത്തിന് മഹത്വം. മനുഷ്യനെ ശുദ്ധീകരിക്കാൻ യഹോവയുണ്ട്. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം.
എങ്ങനെയെന്നാൽ ആ ദുശ്ചിന്ത, ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. ദൈവത്തിന് മഹത്വം. അപ്പൊ എവിടെ നിന്നാണ് ഇതെല്ലാം പുറപ്പെട്ടു വരുന്നത്? ഹൃദയത്തിൽ നിന്നാണ്. ദുശ്ചിന്തയും കൊലപാതകവും വ്യഭിചാരവും പരസംഗവും മോഷണവും കള്ളസാക്ഷ്യവും ദൂഷണവും എന്ന് വേണ്ട സകലവിധമായിരിക്കുന്ന കുഴപ്പങ്ങളും നമ്മിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് ഹൃദയത്തിൽ നിന്നാണ്. അതിന്റെ അടുത്ത വാക്യം കൊടുത്ത് വായിച്ചു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ. എന്ത്? ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് എന്തൊക്കെയാണോ അതെല്ലാമാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. മനുഷ്യനെ അശുദ്ധമാക്കുന്നതൊക്കെയും ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. അപ്പൊ നാം ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദൈവം നമ്മെ ശുദ്ധീകരിക്കും, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കും. വെള്ളിയെയും പൊന്നിനെയും ശുദ്ധീകരിക്കുന്നതിനേക്കാൾ പ്രയാസമുള്ള പ്രക്രിയയാണ് പ്രിയമുള്ളവരെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നത്. കാരണം എല്ലാറ്റിലും കപടവും ഉള്ളത് ഹൃദയത്തിലാണ്. കാരണം എല്ലാറ്റിലും കപടമുള്ളത് ഹൃദയത്തിലാണ്. ആ വൈഷമ്യമേറിയ പ്രവൃത്തി അതുകൊണ്ട് ദൈവം തന്നെ ഏറ്റെടുത്തു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചേ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്. എല്ലാറ്റിനേക്കാളും ലോകത്തിൽ എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതിലെല്ലാം എന്തെല്ലാം കാപട്യമോ മലിനതകളോ കീടമോ അശുദ്ധിയോ ഉണ്ടോ അതിനേക്കാൾ എല്ലാം കപടവും വിഷമവുമുള്ളത് ഹൃദയമാണ്. മനസ്സിലാക്കാൻ വിഷമമല്ലേ? ഇത് ശരീരത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ പൊതിയപ്പെട്ടിരിക്കുകയല്ലേ. സ്നേഹം ജ്വലിക്കുന്ന അധരവും ദുഷ്ടഹൃദയവും, അങ്ങനെ ഒരു പ്രയോഗം വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. സദൃശവാക്യം 26-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. സ്നേഹം ജ്വലിക്കുന്ന അധരവും ദുഷ്ടഹൃദയവും വെള്ളിക്കീടം പൊതിഞ്ഞ മൺകുടം പോലെയാകുന്നു. ദൈവത്തിന് മഹത്വം. സ്നേഹം ജ്വലിക്കുന്ന അധരം, ദുഷ്ടഹൃദയം വെള്ളിക്കീടം പൊതിഞ്ഞ മൺകുടം പോലെയാകുന്നു. ശരീരത്തിന്റെ ഉള്ളിൽ ശരീരത്താൽ മറയപ്പെട്ട് ശരീരത്താൽ പൊതിയപ്പെട്ടിരിക്കുകയാണ് ദുഷ്ടഹൃദയം. അധരങ്ങളോ സ്നേഹം ജ്വലിക്കുന്ന അധരവും. ചുരുക്കത്തിൽ പുറമെ അപ്പോസ്തലനാ, ദൈവവചനം സംസാരിക്കുന്നവനാ, അകമേ പിണറായി വിജയനെ പോലെ വെട്ടിനിരത്തല. മറ്റൊരു വാക്യം കൂടെ നമുക്ക് വായിക്കാൻ പ്രിയമുള്ളവരെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 55-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. അവന്റെ വായ് വെണ്ണ പോലെ മൃദുവായത്. വായ് വെണ്ണ പോലെ മൃദുവായത്. ഹൃദയത്തിലോ യുദ്ധമത്രേ. ഹൃദയത്തിലോ യുദ്ധമത്രേ. അവന്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ. അവന്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ, എങ്കിലും അവ ഊരിയ വാളുകളത്രേ. വായിരിക്കുന്നത് വെണ്ണ പോലെ മൃദുവായ, ഹൃദയത്തിൽ യുദ്ധമാണ്. അവന്റെ വാക്കുകളോ എണ്ണയേക്കാൾ മയമുള്ളവ, എങ്കിലും അവയെല്ലാം ഊരിയ വാളുകളായി. ഇതാണ്. പുറമേ പലരും അപ്പോസ്തലന്മാരാ. പ്രസംഗമൊക്കെ പണ്ട് ജീവിച്ചിരുന്ന പല ഭക്തന്മാരെ കുറിച്ച് പറയും, ഇല്ലേ? സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയെ കുറിച്ച് പറയും, വാച്ച്മാൻ നീയെ കുറിച്ച് പറയും. പക്ഷെ അകത്താരാ? പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ട് വരുന്നത് എന്താ? അപ്പോൾ സ്നേഹം ജ്വലിക്കുന്ന അധരവും ദുഷ്ടഹൃദയവുമായിട്ട് ജീവിക്കാൻ മനുഷ്യന് കഴിയും. അതുകൊണ്ടാ കർത്താവ് എന്ത് പറഞ്ഞു? നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, നിങ്ങളുടെ ഉള്ളിലോ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു. പുറമെ യഹൂദനായവൻ യഹൂദനല്ല,
അകമേ യഹൂദനായവനത്രേ യഹൂദൻ. ഇത് കേട്ടാൽ ഉടനെ അടുത്ത വിഭാഗക്കാർ വരുന്നത് എന്താണെന്നറിയാമോ? പുറം എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, അകം നന്നായിരുന്നാ മതിയെന്ന്. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉടനെ വരും. കാരണം എന്താ? നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, നിങ്ങളുടെ ഉള്ളിലോ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു. അപ്പൊ പുറമല്ല, അകമാണ് വെടിപ്പാകേണ്ടത്. കർത്താവ് അത് പറഞ്ഞല്ലോ. വീണ്ടും ലേഖനങ്ങൾക്കകത്ത് പറയുകയാണ്, പുറമെ യഹൂദനായവൻ യഹൂദനല്ല, അകമേ യഹൂദനായവൻ യഹൂദനത്രേ. അതുകൊണ്ട് പുറം എങ്ങനെയായാലും കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല. കർത്താവ് എന്താ പറയുന്നതെന്നറിയാമോ? കുരുടനായ പരീശനെ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നതിനു മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക. എന്റെ അർത്ഥം എന്താ? പുറം വെടിപ്പാകുന്നതിന് മുമ്പേ അകം വെടിപ്പാകണം. അതുകൊണ്ട് അകം മാത്രം വെടിപ്പായാൽ മതിയോ? പോരാ. കാരണം എന്താ? കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നതിന് മുമ്പ് അകം വെടിപ്പാക്കണം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അകം വെടിപ്പായി കഴിഞ്ഞാൽ ഉടനെ പുറവും വെടിപ്പാക്കണമെന്നല്ലേ? അപ്പൊ മാനസാന്തരപ്പെട്ടാൽ അവന്റെ പുറം വെടിപ്പാകണം. അല്ലാതെ ഇതിന് ദീർഘവർഷങ്ങളൊന്നും എടുക്കുന്ന പ്രക്രിയയൊന്നുമല്ല. മാനസാന്തരപ്പെട്ടപ്പോൾ അകത്ത് മനസ്സ് മാറി, അപ്പോൾ അകം വെടിപ്പായി എങ്കിൽ പുറവും വെടിപ്പാക്കണം. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഹൃദയത്തിന്റെ നിലവാരമാണ്. അപ്പൊ ഈ ഹൃദയത്തെയാണ് കർത്താവ് വെടിപ്പാക്കാനായിട്ട് ഒരുങ്ങുന്നത്. വെള്ളിയെയും പൊന്നിനെയും ഒക്കെ അപേക്ഷിച്ച് ഹൃദയത്തെ അപേക്ഷിച്ച് നോക്കിയാൽ വെള്ളിയും പൊന്നും ഒക്കെ ശുദ്ധീകരിക്കുന്നത് വളരെ എളുപ്പമുള്ള പ്രക്രിയയാണ്. ഹൃദയം എന്താ? എല്ലാറ്റിലും കപടവും വിഷമവും ഉള്ളതാണ്. ആ ഏറ്റവും വൈഷമ്യമേറിയ പ്രവൃത്തി, പ്രിയമുള്ളവരെ, വാഴ്ത്തപ്പെട്ട കർത്താവ് ഹൃദയങ്ങളെ മെടഞ്ഞവൻ തന്നെ ഏറ്റെടുത്തു. ഫറവോന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. കഠിന ഹൃദയം. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം എന്ന് വായിച്ചാട്ടെ. എന്നാൽ ഫറവോൻ ഇപ്രാവശ്യം തന്റെ ഹൃദയം കഠിനമാക്കി. എന്നാൽ ഫറവോൻ ഈ പ്രാവശ്യവും തന്റെ ഹൃദയം കഠിനമാക്കി. ജനത്തെ വിട്ടയച്ചതുമില്ല. കഠിനമാക്കി. കഠിന ഹൃദയം യഹോവയിലേക്ക് തിരിയത്തില്ല. 2 ദിനവൃത്താന്ത പുസ്തകം 36-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം അതിന്റെ 2-ാം ഭാഗം ഒന്ന് വായിച്ചു. സമയമില്ലാത്തത് കൊണ്ടാണ് മുഴുവൻ വായിപ്പിക്കാത്തത്. എന്റെ 2-ാം ഭാഗം വായിച്ചാട്ടെ. യഹോവയിലേക്ക് തിരിയാതെ വണ്ണം തന്റെ ഹൃദയം കഠിനമാക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിലേക്ക് തിരിയാതെ വണ്ണം. അങ്ങനല്ലേ? തന്റെ ഹൃദയത്തെ കഠിനമാക്കി. കഠിന ഹൃദയത്തിന്റെ പ്രത്യേകത എന്താ? കഠിന ഹൃദയം ദൈവത്തിങ്കലേക്ക് തിരിയത്തില്ല. മറ്റൊന്ന്, കഠിന ഹൃദയം ദൈവത്തോട് മത്സരിക്കും. വായിച്ചാട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ദൈവത്തിന് മഹത്വം. അപ്പം പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അപ്പൊ കഠിന ഹൃദയക്കാരൻ എന്ത് ചെയ്യും? ദൈവത്തോട് മത്സരിക്കും. നമുക്ക് ചില വാക്യങ്ങൾ പെട്ടെന്ന് ഹൃദയവുമായി ബന്ധപ്പെട്ട് വായിച്ചങ്ങോട്ട് പോകാം. വക്രഹൃദയം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 101-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. വക്രഹൃദയം എന്നോട് അകന്നിരിക്കും. വക്രഹൃദയം എന്നോട് അകന്നിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഹൃദയമുണ്ട് കേട്ടോ, വക്രഹൃദയം. നമ്മുടെ ഹൃദയം ഏതാണെന്ന് പ്രിയമുള്ളവരെ നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 26-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ നിഗളിച്ച ഹൃദയം വായിച്ചാട്ടെ. എന്നാൽ അവൻ ബാലനായപ്പോൾ തന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവന്റെ ഹൃദയം നാശത്തിനായിട്ട് നിഗളിച്ചു. അടുത്തത് സാഹസ ഹൃദയം വായിച്ചാട്ടെ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. അവരുടെ ഹൃദയം സാഹസം ചിന്തിക്കുന്നു. അവരുടെ ഹൃദയം സാഹസം ചിന്തിക്കുന്നു. അപ്പൊ സാഹസ ഹൃദയമുണ്ട്. തെറ്റിച്ചു കളയുന്ന, മനുഷ്യനെ തെറ്റിച്ചു കളയുന്ന ഹൃദയമുണ്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. അവരുടെ ഹൃദയം സാഹസം ചിന്തിക്കുന്നു. അപ്പൊ സാഹസം ചിന്തിക്കുന്ന ഹൃദയമുണ്ട്, തെറ്റിച്ചു കളയുന്ന ഹൃദയമുണ്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. തെറ്റിച്ചു കളയുന്ന ഹൃദയം.
അവൻ വെണ്ണീർ തിന്നുന്നു. അവൻ വെണ്ണീർ തിന്നുന്നു. വഞ്ചിക്കപ്പെട്ട അവന്റെ ഹൃദയം വഞ്ചിക്കപ്പെട്ട അവന്റെ ഹൃദയം അവനെ തെറ്റിച്ചു കളയുന്നു. അവനെ തെറ്റിച്ചു കളയുന്നു. അപ്പൊ വഞ്ചിക്കപ്പെട്ട ഹൃദയമുണ്ട്, തെറ്റിച്ചു കളയുന്ന ഹൃദയമുണ്ട്, ഗർഭിച്ച ഹൃദയമുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 20-ാം വാക്യം എന്ന് വായിച്ചാൽ. എന്നാൽ അവന്റെ ഹൃദയം ഗർവിച്ചു. അപ്പോൾ ഗർവിച്ച ഹൃദയമുണ്ട്, സാത്താൻ കൈവശമാക്കിയ ഹൃദയമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 3-ാം വാക്യം. അപ്പോൾ പത്രോസ് അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വയ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കി. സാത്താൻ കൈവശമാക്കുന്ന ഹൃദയമുണ്ട്, ശാഠ്യവും മത്സരമുള്ള ഹൃദയമുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 23-ാം വാക്യം. ഈ ജനത്തിനോ ശാഠ്യവും മത്സരവുമുള്ള ഒരു ഹൃദയമുണ്ട്. ഈ ജനത്തിന് ശാഠ്യവും മത്സരവുമുള്ള ഒരു ഹൃദയമുണ്ട്, നേരില്ലാത്ത ഹൃദയമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 21-ാം വാക്യം. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായിക. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല. അപ്പോൾ നേരില്ലാത്ത ഹൃദയമുണ്ട്, ശാസന നിരസിക്കുന്ന ഹൃദയമുണ്ട്. സദൃശവാക്യം 5-ാം അധ്യായം 12-ാം വാക്യം. അയ്യോ, ഞാൻ പ്രബോധനം വെറുക്കുകയും എന്റെ ഹൃദയം ശാസനയെ നിരസിക്കുകയും. അപ്പൊ ശാസനയെ നിരസിക്കുകയും ചെയ്യുന്ന ഹൃദയം, ഇരുണ്ട ഹൃദയമുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അപ്പൊ ഇരുണ്ട ഹൃദയമുണ്ട്, വിവേകമില്ലാത്ത ഹൃദയമുണ്ട്, ദുർവിചാരമുള്ള ഹൃദയമുണ്ട്. ആവർത്തന പുസ്തകം 15-ാം അധ്യായം 19-ാം വാക്യം. നിന്റെ ഹൃദയത്തിൽ ഒരു ദുർവിചാരം തോന്നുകയും. നിന്റെ ഹൃദയത്തിൽ ഒരു ദുർവിചാരം തോന്നുന്നു. അപ്പൊ ദുർവിചാരം തോന്നുന്ന ഹൃദയമുണ്ട്, തടിച്ച ഹൃദയം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 14-ാം വാക്യം. നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കയില്ല താനും. ചെവിയാൽ നിങ്ങൾ കേൾക്കും ഗ്രഹിക്കയില്ല താനും. കണ്ണാൽ കാണും ദർശിക്കയില്ല താനും. ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അപ്പൊ കണ്ണാൽ കാണും, ചെവിയാൽ കേൾക്കും, പക്ഷെ കാണുകയുമില്ല, കേൾക്കുകയുമില്ല. ദൈവിക സത്യങ്ങളെ കാണുകയുമില്ല, കേൾക്കുകയുമില്ല. കാരണം എന്താ? ഹൃദയം തടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കീടങ്ങളെല്ലാം ഹൃദയത്തിൽ കലർന്നിരിക്കുന്നു. എന്തൊക്കെയാണ് പ്രിയമുള്ളവരെ? വക്രഹൃദയം, നിഗളിച്ച ഹൃദയം, സാഹസ ഹൃദയം, തെറ്റിച്ചു കളയുന്ന ഹൃദയം, ഗർഭിച്ച ഹൃദയം, സാത്താൻ കൈവശമാക്കിയ ഹൃദയം, ഇങ്ങനെ കിടക്കുകയാണ്. ഈ കീടങ്ങളെല്ലാം ഹൃദയത്തിൽ കലർന്നിരിക്കുന്നുവെന്ന് വേദപുസ്തകം പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ കലർപ്പെല്ലാം മാറണം. ഹൃദയം എല്ലാറ്റിലും കപടവും വിഷമവുമുള്ളത്. ഇനിയുമുണ്ട്, ദുഷ്ടന ഹൃദയത്തിൽ പാപാദേശമുണ്ട്. പറഞ്ഞാൽ ഇന്ന് തീരില്ല. ഈ കീടങ്ങളെല്ലാം മാറണം. ഇത്തരം ഹൃദയം വെച്ച് നമുക്ക് ദൈവത്തെ കാണാനായിട്ട് കഴിയത്തില്ല. ഇത്തരക്കാരെ അല്ല പ്രിയമുള്ളവരെ സ്വർഗത്തിൽ ദൈവത്തിന് ആവശ്യം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം എന്ന് വായിച്ചാൽ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പൊ നോക്കിക്കേ, ദൈവം ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താ പ്രിയമുള്ളവരെ? ദൈവത്തെ കാണണമെങ്കിൽ, നിത്യതയിൽ ദൈവത്തോടുകൂടെ വസിക്കണമെങ്കിൽ ഹൃദയത്തിൽ ഈ പറഞ്ഞതും ഇനിയുമുണ്ട്. മുഴുവൻ നമുക്ക് ചിന്തിക്കാൻ സമയമില്ലല്ലോ. ഹൃദയത്തിൽ കലർന്നിരിക്കുന്ന എല്ലാ കലർപ്പുകളിൽ നിന്നും വേർപാട് ദൈവ പൈതലിനുണ്ടാകണം. ദൈവത്തിന്റെ മഹത്വം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദാവീദിന്റെ പ്രാർത്ഥന കണ്ടോ? ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഈ പഴയ നിയമ ഭക്തന്റെ കാഴ്ചപ്പാട് ഇന്ന് നമുക്കുണ്ടോ? ഈ കീടങ്ങളെല്ലാം മാറി നമ്മുടെ ഹൃദയം ശുദ്ധിയാകേണ്ടതാണെന്ന വീണ്ടും വിചാരം പ്രിയമുള്ളവരെ നമുക്കുണ്ടോ? കല്ലായ ഹൃദയമല്ല, നിർമ്മലമായ ഹൃദയം, വക്രഹൃദയമല്ല, പരമാർത്ഥ ഹൃദയമുള്ളവർ, അവരാണ് ദൈവസന്നിധിയിൽ പ്രവേശിക്കുന്നത്. അവരെയാണ് പ്രിയമുള്ളവരെ ദൈവത്തിന് ആവശ്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 22-ാം വാക്യം ഒന്ന് വായിക്കാം. നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. ദൈവത്തിന് മഹത്വം. ദൈവവചന പ്രകാരം ജീവിക്കുകയും പത്യോപദേശം പ്രസംഗിക്കുകയും ചെയ്യുന്നവർ ഓർക്കണം പ്രിയമുള്ളവരെ, പൂച്ചണ്ടുകളല്ല, കല്ലേറുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്.
പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിനോട് എന്ത് സംഭവിക്കും? പൂച്ചണ്ട് വേണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ഈ തലമുറയിൽ വചനത്തിൽ കലർപ്പ് ചേർക്കണം. അപ്പോൾ മനുഷ്യർ നിങ്ങളെ ബഹുമാനിക്കും. തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എന്നിൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും എന്നാണ് കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 44-ാം വാക്യം ഒന്ന് വായിച്ചാൽ. തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? തമ്മിൽ ബഹുമാനം വാങ്ങുക. അങ്ങനെ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ദൈവത്തിന് മഹത്വം. അപ്പൊ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം ഉള്ളതുപോലെ പ്രസംഗിക്കുകയും അതിന് പ്രകാരം ജീവിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഈ തലമുറയിൽ ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. കണ്ണിടർച്ച വരുത്തിയാൽ കണ്ണ് ചുഴന്ന് കളഞ്ഞിട്ട് ഒറ്റക്കണ്ണനായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ കർത്താവിന്റെ സഭയിൽ ഇക്കിളി പ്രസംഗവുമായി വരുമ്പോൾ പറയുന്നത് ഇത് സൈബർ വേൾഡാണ്, ഇതൊന്നും നമുക്ക് ഒഴിവാക്കി ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, കണ്ണിനോളം വലുതാണ് പ്രിയമുള്ളവരെ ഈ സൈബർ ലോകവും സൈബർ വേൾഡും. എന്നാ ക്യാമറയും ഫോണും കമ്പ്യൂട്ടറും എല്ലാം നമ്മുടെ കണ്ണിനേക്കാൾ വലുതാണ്. കണ്ണു അങ്ങ് പോയാൽ കഴിഞ്ഞില്ല ഇതിന്റെ എല്ലാം പ്രയോജനം. അപ്പൊ കർത്താവ് പറയുകയാണ്, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ ചുഴന്ന് കളഞ്ഞാലും സാരമില്ല, സ്വർഗത്തിൽ പ്രവേശിക്കാൻ നീ നോക്കണം. അപ്പോൾ ആണ് ഇന്നത്തെ കാലത്തെ പ്രാസംഗികർ, ഇടയന്മാരല്ലാത്ത ഇടയന്മാർ വന്നിട്ട് പറയുന്നത് ഇത് സൈബർ വേൾഡാണ്, ലോകം തന്നെ ഇതിലാണ്, ഇതൊന്നും നമുക്ക് ഒഴിവാക്കി ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവരുടെ പ്രസംഗം വിശ്വസിക്കുന്നവരുടെ അവസ്ഥ എന്താണ്? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇടർച്ച വരുത്തുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇടർച്ച വരുത്തുന്ന എല്ലാറ്റിനോടും വേർപാടുണ്ടാകട്ടെ. ഉണ്ണാനും ഉടുപ്പാനും ഉള്ളത് മതി എന്ന് വെപ്പിൻ. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇവ മൂന്നും പിതാവിൽ നിന്നുള്ളതല്ല, ലോകത്തിൽ നിന്നുള്ളതാണ്. ലോകത്തിൽ നിന്ന് ദൈവമക്കളിൽ കടന്നുകൂടിയ ഈ കീടങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറണം. നാം മാറ്റിയില്ലെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം മാറ്റി നമ്മളെ ശുദ്ധീകരിക്കാനുള്ള കർത്താവിന്റെ മാർഗം കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതുപോലെ കഷ്ടതയുടെ തീച്ചൂളയാണ്. കർത്താവ് അതിലൂടെ കടത്തിവിടണ്ട എങ്കിൽ നാം ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ശുദ്ധീകരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ കർത്താവിന്റെ മാർഗം കഷ്ടതയുടെ തീച്ചൂളയാണ്. പക്ഷെ ഇന്ന് ദൈവമക്കൾ അതിന് നിന്നു കൊടുക്കത്തില്ല പ്രിയമുള്ളവരെ. കഷ്ടത വന്നാൽ അധികം പിന്മാറുന്ന ഒരു സമൂഹത്തിലാണ് നാം, ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ ജീവന്റെ വചനങ്ങളെ പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രിയമുള്ളവരെ. ഒരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുമണ്ണം കാക്കപ്പെടുമാറാകട്ടെ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. ദേഹവും ദേഹിയും ആത്മാവും അശേഷം അനിന്യമായി വെളിപ്പെടട്ടെ. വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാൻ ഒരു ഉരുപ്പടി കിട്ടും. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവൻ എനിക്കൊരു നിക്ഷേപമായിരിക്കും. അപ്പോൾ വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞ് തട്ടാന് കിട്ടുന്ന ഉരുപ്പടി, അത് കർത്താവ് ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ കർത്താവിനൊരു നിക്ഷേപമായിരിക്കും. കീടം നീക്കിയെടുത്ത ഉരുപ്പടി സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു നിക്ഷേപമായിരിക്കും. അതിനായി
നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. ആമേൻ.